Good morning all. Last class we learned about Caesar cipher. Today we move to next topic, Playfair cipher. In the case of Playfair cipher, we have to consider key, and this Playfair cipher is based on 5 by 5 matrix of letters constructed using a key. That is, in this Playfair cipher we have to consider 5 by 5 matrix. 5 by 5 matrix of letters constructed using the key. ഒരു കീ ഉണ്ടാവും. കീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 by 5 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ പ്ലെയിൻ ടെക്സ്റ്റ് hello. Plain text hello. Key. Here key is not a numerical value. Here key is a word or group of characters. For example, key is network. Okay, Caesar cipher in the case we key is numerical value. In the case of Playfair cipher, key is a word. Okay. We will 5 by 5 matrix consider construct using this key. Okay. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. So 5 by 5 matrix. ഇങ്ങനെ 5 by 5 മെട്രിക്സ് ആദ്യം ഉണ്ടാക്കും. പിന്നെ first fill the table this matrix with the key. Here I have given the key as network. So first we have to fill this 5 by 5 matrix using this key. N E T W O R K. ഓക്കെ, ആദ്യം ഈ 5 by 5 മെട്രിക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ കീ ഫില്ല് ചെയ്യും. കീ വെച്ചിട്ടാണ് 5 by 5 മെട്രിക്സ് ആദ്യം തന്നെ ഫില്ല് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. റൈറ്റ് എവറി ക്യാരക്ടർ ഇൻ ദ ടേബിൾ വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ. ഓക്കെ, ഓരോ ക്യാരക്ടറും എഴുതുക. പക്ഷെ ഈ കീവേഡ് തന്നെ നമ്മൾ ഈ സപ്പോസ് ഈ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ എഴുതാൻ പാടില്ല. ഒരു പ്രാവശ്യം മാത്രം ഈ എഴുതും. റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. ഓക്കെ, റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് അതുപോലെ തന്നെ എഴുതുക. കീവേഡ് ഫില്ല് ചെയ്തതിന് ശേഷം ഓക്കെ, ഇഫ് എനി റിപ്പീറ്റഡ് ക്യാരക്ടർ ഈസ് ദെയർ ഇൻ ദിസ് കീവേഡ് റൈറ്റ് ഇറ്റ് ഓൺലി വൺസ്. ഇഗ്നോർ റിപ്പീറ്റേഷൻ. റൈറ്റ് കീ ഇൻ ദ ടേബിൾ. ഫസ്റ്റ് റൈറ്റ് കീവേഡ് കീ ടേബിളിൻ്റെ അകത്ത് മെട്രിക്സിൻ്റെ അകത്ത് എഴുതി അതിനുശേഷം എന്ത് എഴുതും? ഫിൽ ദ റിമൈനിങ് കോളം റിമൈനിങ് ബോക്സസ് വിത്ത് ആൽഫബറ്റ്സ് വിച്ച് ആർ നോട്ട് ഇൻ ദ കീ. ബാക്കിയുള്ള ആൽഫബറ്റ്സ് കീവേഡിൽ ഇല്ലാത്ത ബാക്കിയുള്ള റിമൈനിങ് ആൽഫബറ്റ്സ് എഴുതും. ഇതിൻ്റെ അകത്ത് ഫിൽ ചെയ്യും. എ എടുക്കുക. എ ഇതിനകത്ത് ഉണ്ടോ? എസ് നോട്ട് ദെയർ. സോ ഹാവ് ടു ഫിൽ ഹിയർ വിത്ത് എ. നെക്സ്റ്റ് കൺസിഡർ ബി. ബി ഈ വേർഡിൽ ഉണ്ടോ? ഇല്ല. സോ എന്ത് ചെയ്യും? ബി എഴുതും. സി ഉണ്ടോ? സി ഇല്ല. ഡി ഉണ്ടോ? ഡി ഇല്ല. ഇ ഇതിനകത്ത് ഉണ്ട്. സോ ഇഗ്നോർ ദിസ് ഇ. ഒരു പ്രാവശ്യം എഴുതാൻ വേണ്ടി പാടില്ല. ഈ മെട്രിക്സിനകത്ത് റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് ഒഴിവാക്കണം. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടർ ഇ ആണ് വരുന്നത് ആൽഫബറ്റ്. ഇ ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ ഇ ഒഴിവാക്കുന്നു. നെക്സ്റ്റ് എഫ് എടുത്തു. എഫ്. ജി ഉണ്ടോ? ജി ഇല്ല. എച്ച് ഉണ്ടോ? എച്ച് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഐ. ഐ ആൻഡ് ജെ ഒറ്റൊരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് 5 by 5 മെട്രിക്സിനകത്ത് 25 ബോക്സസ് ഉണ്ടാവും അല്ലേ? 25 സെൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 26 ലെറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഐ ആൻഡ് ജെനെ മേർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഐയും ജെയും സിംഗിൾ ലെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ജെ. കെ. നെക്സ്റ്റ് കെ. കെ ഇതിനകത്ത് ഓൾറെഡി ഫിൽഡ് ആണ്. അപ്പോൾ കെ ഒഴിവാക്കി. എൽ. എൽ ഇല്ല. എം ഇല്ല. നെക്സ്റ്റ് എൻ ആണ്. എന്നിൻ്റെ അകത്ത് ഓൾറെഡി ഫിൽഡ് ആണ്. അപ്പോൾ എൻ ഒഴിവാക്കുക. നെക്സ്റ്റ് ഒ. ഒ ഇതിനകത്ത് ഓൾറെഡി ഫിൽഡ് ആണ്.
നെക്സ്റ്റ് പി, പി ഇല്ല, ക്യൂ ഇസ് നോട്ട് അവൈലബിൾ, ആർ, ആർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആറ് എഴുതുന്നില്ല, ഒരു പ്രാവശ്യം എഴുതുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ആറ് എഴുതുന്നില്ല. എസ് ഇല്ല, ടി, ടി ഇസ് there, so ignore it. യു, യു ഇല്ല, വി ഇല്ല, ഡബ്ല്യു, ഡബ്ല്യു ഇസ് there, so ignore it. എക്സ് ഇല്ല, വൈ ഇല്ല, സെഡ് ഇല്ല. ആദ്യം നമ്മൾ ഒരു 5x5 മെട്രിക്സ് കൺസിഡർ ചെയ്തു. 5x5 മെട്രിക്സിനകത്ത് ഫസ്റ്റ് നമ്മൾ തന്ന കീവേഡ് എന്താണ്, ഗിവൺ കീവേഡ് എന്താണ്, കീ എന്താണ്, അത് ഫില്ല് ചെയ്തു. റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കിയുള്ള ലെറ്റേഴ്സ് ഫില്ല് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, റിമൈനിങ് ആൽഫബറ്റ്സ്, റിമൈനിങ് ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്, ഈ കീവേഡിന്റെ അകത്ത് ഇല്ലാത്ത റിമൈനിങ് ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്, അത് ഈ ബോക്സിന്റെ അകത്ത് ഫില്ല് ചെയ്തു. ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഹാവ് ടു ഫോളോ 3 റൂൾസ് ഫോർ കൺവേർട്ടിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു സൈഫർ ടെക്സ്റ്റ്. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് റൂൾ എന്താ വെച്ചാൽ, പ്ലെയിൻ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ പെയറായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2 ലെറ്റേഴ്സ് ഉള്ള പെയറായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു പെയർ ഓഫ് ലെറ്റേഴ്സ്. ഫസ്റ്റ് റൂള് മീൻ എന്താണെന്ന് വെച്ചാൽ, ഡിവൈഡ് the plain text into pair of letters. ആദ്യത്തെ റൂള് 3 റൂൾസ് ഉള്ളത്. ഫസ്റ്റ് റൂള് പറയുന്നത് ഡിവൈഡ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു പെയർ ഓഫ് ലെറ്റേഴ്സ്. നെക്സ്റ്റ് റൂൾ എന്താന്ന് വെച്ചാൽ, റിപ്പീറ്റിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ആർ ഇൻ ദ സെയിം പെയർ. ആദ്യം 2 ലെറ്റേഴ്സ് വരുന്ന പെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പെയറിന്റെ അകത്ത് റിപ്പീറ്റഡ് എന്ത് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഡമ്മി ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫില്ലർ ലെറ്റർ വെച്ചിട്ട് എന്ത് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബലൂൺ, ബലൂൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം ഫസ്റ്റ് ചെയ്യും, 2 ലെറ്റർ വെച്ചിട്ട് പിന്നെ പെയർ ചെയ്യുക ചെയ്യാം, ഇങ്ങനെ വരുക. ഓക്കെ, ഇങ്ങനെ പെയർ ചെയ്യുന്ന കേസിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് വരുന്ന സ്ഥലത്ത് ഒരു എക്സ്, സപ്പോസ് ഫില്ലർ ലെറ്റർ ഓർ ഡമ്മി ലെറ്റർ ഇസ് എക്സ്, എക്സ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പെയറിന്റെ അകത്ത് ഒരു ക്യാരക്ടേഴ്സ്, റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് വരുന്നില്ല. ഓക്കെ, ഇതാണ് സെക്കൻഡ് റൂള്. റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ഒരു ഫില്ലർ ലെറ്റർ ഓർ ഒരു ഡമ്മി ക്യാരക്ടർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. സെക്കൻഡ് റൂള് പറയുന്നത് അതാണ്. റിപ്പീറ്റിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ ദാറ്റ് ആർ ഇൻ ദ സെയിം പെയർ ആർ സെപ്പറേറ്റഡ് വിത്ത് ഡമ്മി ലെറ്റർ. ഫസ്റ്റ് റൂള് പറഞ്ഞാല് എന്ത് ചെയ്യും, പ്ലെയിൻ ടെക്സ്റ്റിനെ പെയർ ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് റൂള് പറയുന്നത് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ, ഒരു പെയറിനകത്ത് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു ഡമ്മി ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, തേർഡ് റൂൾ എന്ന് പറയുന്നത് ഇഫ് പെയർ ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ആർ ഇൻ ദ സെയിം റോ, ഒരു സെയിം റോയില് പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് മോസ്റ്റ് ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് റൂൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇഫ് പെയർ ഓഫ് ലെറ്റേഴ്സ് ആർ ഇൻ ദ സെയിം റോ, തേർഡ് റൂള് പറഞ്ഞാല് ഇഫ് പെയർ ഓഫ് ലെറ്റേഴ്സ്
പെയർ ഓഫ് ലെറ്റേഴ്സ് സെയിം റോയിലാ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ പെയർ ചെയ്ത് വെച്ച ലെറ്റേഴ്സ് സെയിം റോയിലാണെങ്കിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് റൈറ്റ് മോസ്റ്റ് ലെറ്റർ. ഓക്കെ, റൈറ്റ് മോസ്റ്റ് ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് റൂള് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ആണെങ്കിൽ അതിനെ ഒരു ഫില്ലർ ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. തേർഡ് റൂൾ എന്ന് പറയുന്നത് ഇഫ് പെയർ ഓഫ് ലെറ്റർ സെയിം റോയിലാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത പെയർ ഓഫ് ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് റൈറ്റ് മോസ്റ്റ് ലെറ്റർ. ഓക്കെ, ഇഫ് പെയർ ഓഫ് ലെറ്റേഴ്സ് ആർ ദ സെയിം കോളം റീപ്ലേസ് ഇറ്റ് വിത്ത് ബിനീത്ത് ലെറ്റർ. ഓക്കെ, ഫോർത്ത് റൂൾ പറയുന്നത് പെയർ ഓഫ് ലെറ്റേഴ്സ് സെയിം കോളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. എങ്ങനെ റീപ്ലേസ് ചെയ്യും? അതിന്റെ താഴെയുള്ള ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞാല് if pair of letters are in a different row or column, it is replaced by the letter that lies in its own row column. Okay, by replace with other plain text letters. അതായത് ഡിഫറെന്റ് റോയിലും കോളത്തിലാണ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിഫറെന്റ് റോയിലും കോളത്തിലാണ് വരുന്നുണ്ടെങ്കിൽ ഡയഗണൽ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ഡയഗണൽ ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സപ്പോസ് പിന്നെ ഒരു ലെറ്റർ പറയുന്നത് ഇതും അടുത്ത ലെറ്റർ പറയുന്നത് ഇതുമാണെങ്കിൽ റീപ്ലേസ് ചെയ്യൽ എങ്ങനെയാ വെച്ച്, ഒരു ലെറ്റർ എന്നും ഒരു ലെറ്റർ ജിയോ ആണെങ്കിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യും? ഡയഗണൽ എലിമെന്റ്സ്, ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. അതായത് ടിയും എന്നിന് പകരം ജിയും ടിക്ക് പകരം ടിയും. അങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് പറയുന്നത് ഹലോ. ഹലോ എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റും നെറ്റ്വർക്ക് എന്ന് പറയുന്ന കീയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും? ഡിവൈഡ് ഇറ്റ് ഇൻ ടു പെയർ ഓഫ് ദ ലെറ്റേഴ്സ്. പെയർ ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യും. എങ്ങനെ പെയർ ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? HELLO. ഇങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് പെയർ ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക. HELLO. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഷൻ നമുക്ക് റിപ്പീറ്റേഷൻ ഉണ്ട് ഈ പെയറിനകത്ത്. LL എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് വിത്ത് ഡമ്മി ക്യാരക്ടർ. എന്ത് ചെയ്യും? സെക്കൻഡ് റൂൾ പറയുന്നത് സെപ്പറേറ്റ് ചെയ്യണം ബൈ യൂസിങ് ഡമ്മി ക്യാരക്ടർ LX LL. ഇങ്ങനെയാണ് സെക്കൻഡ് റൂൾ. HELX LO എന്ന് പറയും. കാരണം LL എന്നുള്ളത് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് നമ്മൾ പെയർ ആക്കി തിരിക്കുമ്പോൾ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് X. X എന്ന് പറയുന്ന ഒരു ഡമ്മി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫില്ലർ ക്യാരക്ടർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓരോ പെയറും എടുത്തിട്ട് അതെങ്ങനെയാ വരുന്നത് നോക്കുക. ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ HE. ഓക്കെ, HE എവിടെയാ വരുന്നത് നോക്കുക. H എന്ന് പറയുന്നത് ഇവിടെ ഫോർത്ത് കോളത്തിലാണ് വരുന്നത്. E എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിലാണ് വരുന്നത്. അല്ലേ കോളം? H is in the fourth column, E is in the second column. അപ്പൊ ഡിഫറെന്റ് കോളത്തിനകത്ത്, ഡിഫറെന്റ് റോവിനകത്ത്, ഡിഫറെന്റ് കോളത്തിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക? ഡയഗണൽ ലെറ്റർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പെയറാക്കി തിരിച്ചു. പിന്നെ പെയറിന്റെ അകത്ത് റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഫില്ലർ, ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഫില്ലർ ഓർ ഡമ്മി ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഓരോ പെയറും കൺസിഡർ ചെയ്യും. ഫസ്റ്റ് എടുത്തു എന്ത്? HEനെയാണ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യും. HEനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? H എന്ന് പറയുന്നത് ഫോർത്ത് കോളം. ഓക്കെ, E എന്ന് പറയുന്നത് സെക്കൻഡ് കോളം. ഡിഫറെന്റ് റോന്റെ അകത്തും ഡിഫറെന്റ് കോളത്തിനകത്തോ വരുന്നത് അല്ലേ? H എന്ന് പറയുന്നത് ഫോർത്ത് കോളം, E എന്ന് പറയുന്നത് സെക്കൻഡ് കോളം. അപ്പൊ നമ്മൾ എന്ത്? ഡയഗണൽ എലിമെന്റ്സ്, ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഈൻ്റെത് W F വരും അല്ലേ? W F ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതിന്റെ നേരെയുള്ള റോവിന്റെ അകത്തുള്ള ലെറ്റേഴ്സും എടുത്തു. Hന്റെ നേരെയുള്ള റോവിന്റെ അകത്ത് F ആണ്. അത് രണ്ടും എടുത്ത് ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ HE നമുക്ക് എന്ത് കിട്ടി? WF എന്ന് കിട്ടി. നെക്സ്റ്റ് എടുക്കുക LX.
എൽ എക്സ് ആണ് നെക്സ്റ്റ്. എൽ എക്സ്, എൽ ഇവിടെ വന്നു, എക്സ് ഇവിടെ വന്നു. അതും എന്താണ് ഡിഫറെന്റ് കോളം ആൻഡ് ഡിഫറെന്റ് റോനകത്ത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഡയഗണൽ ക്യാരക്ടേഴ്സ് വരുമ്പോ പി യു. ഓക്കെ, നെക്സ്റ്റ് എൽ ഒ. എൽ ഇവിടെ വന്നു, ഒ ഇവിടെ വന്നു. അതും ഡിഫറെന്റ് റോനകത്തും ഡിഫറെന്റ് കോളത്തിനകത്തും വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഡയഗണൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എൻ എസ്. or SN ഇത് എഴുതാം. ഡയഗണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. ഫസ്റ്റ് എച്ച് എടുത്തു. എച്ച് രണ്ട് ഡിഫറെന്റ് കോളത്തിനകത്ത് റോനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ഡയഗണൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. എൽ എക്സും സെയിം അതുപോലെ ഡിഫറെന്റ് റോനകത്തും കോളത്തിനകത്തും വരുന്നുണ്ട്, ഡയഗണൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. എൽ ഒന്നും ഡിഫറെന്റ് കോളത്തിനകത്ത് റോനകത്തും വരുന്നുണ്ട്, ഡയഗണൽ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോ ഹലോ എന്നുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഏതാണ് സൈഫർ ടെക്സ്റ്റ്? ഹെലോന്റെ സൈഫർ ടെക്സ്റ്റ് ആണ് WFPUSL. ഓക്കെ, നമ്മളിപ്പം ഈ എക്സാമ്പിളിനകത്ത് എല്ലാ ക്യാരക്ടർ പേരും ഡിഫറെന്റ് റോനകത്ത്, എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് റോനകത്തും കോളത്തിനകത്തും വരുന്നത് അടുത്തത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കുക. ബലൂൺ. ബലൂണിൽ ഒരു എക്സാമ്പിൾ കൺസിഡർ ദിസ് എക്സാമ്പിൾ ബലൂൺ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് വി ഹാവ് ടു ഡിവൈഡ് ദിസ് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു പെയർ ഓഫ് ലെറ്റേഴ്സ്. പെയർ ഓഫ് ലെറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ BALLOON ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഹിയർ എന്ത് രണ്ട് റിപ്പീറ്റേഷൻ ഉണ്ട്. എല്ലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, ഓയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫില്ലർ ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സെക്കൻഡ്, റിപ്പീറ്റഡ് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ആർ ഇൻ ദ സെയിം പെയർ ആർ റീപ്ലേസ്ഡ് വിത്ത് ഡമ്മി ലെറ്റർ ഓർ ഫില്ലർ ലെറ്റർ BA. ഓക്കെ, ഇവിടെ റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് ഒരു എല്ലിനെ നമ്മൾ എന്ത് ചെയ്യും? ഫില്ലർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് LOON. ഓക്കെ, BA എന്ന് കിട്ടും. LX LOON ഇതാണ് നമുക്കുള്ള പെയർ. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് BA എടുത്തു. BA എവിടെയാ? B. ഓക്കെ, A എന്ത് വരുന്നുണ്ട്? ബിയും എയും സെയിം റോനകത്ത് വരുന്നത്. BNA രണ്ട് ലെറ്റേഴ്സും ഇൻ ദ സെയിം റോ. സെയിം റോയിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? സെയിം റോന്റെ അകത്ത് രണ്ട് ലെറ്റേഴ്സും വരുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് റൈറ്റ് മോസ്റ്റ് ലെറ്റർ. റൈറ്റ് മോസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്റെ റൈറ്റ് മോസ്റ്റ് ലെറ്റർ ഏതാ? B. ബിന്റെ റൈറ്റ് മോസ്റ്റ് ലെറ്റർ ഏതാ? C. അപ്പൊ എന്തായിരിക്കും വരുക? BA പറയുന്നത് CB എന്നായിരിക്കും വരുക. മനസ്സിലായി? ഗോട്ട് ഇറ്റ്? B എന്ന് പറയുന്നത് ഇത്, A എന്ന് പറയുന്നത് ഇത്. രണ്ടും സെയിം സെക്കൻഡ് റോന്റെ അകത്ത് വരുന്നത്. സോ ഹാവ് ടു റീപ്ലേസ് ദിസ് വിത്ത് റൈറ്റ് മോസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ B. ബിന്റെ റൈറ്റ് മോസ്റ്റ് ലെറ്റർ ഏതാ? C. എന്റെ റൈറ്റ് മോസ്റ്റ് ലെറ്റർ ഏതാ? B. സോ BA എന്ത് ആയിട്ട് കൺവേർട്ട് ചെയ്തു? CB എന്ന് പറയുന്ന സൈഫർ ടെക്സ്റ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത്. നെക്സ്റ്റ് കൺസിഡർ ദിസ് LX. ആയിട്ട് കൺസിഡർ LX. LX എന്ത് നേരത്തെ ചെയ്ത കേസിലെ പോലെ L and X are in the different column and different row. രണ്ടും ഡിഫറെന്റ് കോളത്തിലും ഡിഫറെന്റ് റോയിലും അകത്താണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് പറഞ്ഞിട്ടുണ്ട് ഡയഗണൽ എലിമെന്റ്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോ ഹിയർ ഡയഗണൽ എലിമെന്റ്സ് എന്താ? P and U. ഓക്കെ, നെക്സ്റ്റ് LO. ഇതും different column and different row. L and O are in the different column and different row. So have to replace with the diagonal elements SN. Okay, next consider ON. ON എവിടെയാ വരുന്നത്? O is in the first row. പിന്നെ N is in the first row. രണ്ടും സെയിം റോന്റെ അകത്ത് വരുന്നത്. സെയിം റോന്റെ അകത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് മോസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓന്റെ റൈറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഫസ്റ്റിലോട്ട് വന്നു N,
ഓക്കെ, എന്നിന്റെ റൈറ്റ് മോസ്റ്റ് ഏതാ? ഇ. ഓക്കെ, ദാറ്റ് ഈസ് ദ സൈഫർ ടെക്സ്റ്റ്. ബലൂണിന്റെ സൈഫർ ടെക്സ്റ്റ് ആണ് CBPUSNNE. ഇതാണ് എന്ത്? ബലൂണിന്റെ ബലൂണിന്റെ സൈഫർ ടെക്സ്റ്റ്. ആദ്യം പറഞ്ഞു ഡിവൈഡ് ചെയ്യാം, രണ്ട് പെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ഡമ്മി ലെറ്റർ വെച്ച് റീപ്ലേസ് ഇറ്റ് വിത്ത് ഡമ്മി ഓർ filler letter. That is here we have to consider filler letter as X. Okay, എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ പെയേഴ്സിനെയും നമ്മൾ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ട് ലെറ്റേഴ്സും സെയിം റോന്റെ അകത്താ വരുന്നുണ്ടെങ്കിൽ റൈറ്റ് മോസ്റ്റ് ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യും. സെയിം കോളത്തിനകത്താ വരുന്നുണ്ടെങ്കിൽ താഴെയുള്ള ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലെ ഡിഫറെന്റ് റോ ആൻഡ് ഡിഫറെന്റ് കോളത്തിനകത്താ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡയഗണൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്ലേ ഫെയർ സിഫർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യാ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ദിസ് വി ഹാവ് ടു കൺവേർട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻടു സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ഈ പ്ലേ ഫെയർ സിഫറിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൺലി ഷോർട്ട് ലെങ്ത് മെസ്സേജസ്. ഷോർട്ട് ലെങ്ത് മെസ്സേജിന്റെ കേസിൽ നമുക്കിത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കും. അല്ലാത്ത കേസിൽ ഇത് എന്ത് ചെയ്യും? ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് പ്ലേ ഫെയർ സിഫർ. ഓക്കെ, താങ്ക് യു.